ബിഗ് ബോസ് മലയാളം സീസൺ 6 ഗ്രാൻഡ് ലോഞ്ച് കഴിഞ്ഞു. 19 മത്സരാർത്ഥികൾ ഹൗസിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ആ ഒരു എപ്പിസോഡിനെ കുറിച്ചുള്ള നമ്മുടെ റിവ്യൂവും അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ഫസ്റ്റ് ഇംപ്രഷൻ തന്ന 10 കണ്ടസ്റ്റൻസിനെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോ. ആദ്യം തന്നെ പറയാം, ഇത് ബിഗ് ബോസ് ആണ്. കളികൾ എങ്ങനെയൊക്കെ മാറി മറിയും എന്നൊന്നും ആരെ കൊണ്ടും പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇന്ന് തകർത്തു മാറുന്ന കണ്ടസ്റ്റന്റ് അടുത്ത ആഴ്ച പുറത്താവും. അത്രയ്ക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഷോ ആണ്. എന്റെ അഭിപ്രായങ്ങൾ എന്റെ മാത്രം അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്കത് അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം. വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ സീസണിന്റെ ലോഞ്ച് എപ്പിസോഡിൽ കിട്ടിയ ആ ഒരു പഞ്ച് ഈ ഒരു എപ്പിസോഡിൽ കിട്ടിയില്ല എന്നാണ് എന്റെ ആദ്യത്തെ അഭിപ്രായം. എന്നിൽ ഒരു രീതിയിലുള്ള ഒരു ആകാംക്ഷയും ജനിപ്പിക്കാതെ വളരെ പ്ലെയിൻ ആയിട്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിച്ചു. ലാലേട്ടന്റെ ഇൻട്രോ പോലും വളരെ ശോകമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ബെഡിൽ കിടന്ന സ്വപ്നം കാണുന്നത് പോലെ അഭിനയിച്ച് കുറെ മിന്നി മറയുന്ന എഫക്റ്റ് ഒക്കെ ഇട്ട് ഓവറാക്കി ചളമാക്കി. എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇതൊന്ന് പറയണം എന്ന് തോന്നിയോണ്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഈ ഒരു കാര്യം എടുത്തു പറയുന്നത്. നല്ലൊരു ടാഗ്ലൈൻ ഒക്കെ വെച്ച് മാറ്റി പിടിക്കാൻ പോയിട്ട് ലാലേട്ടനെ ഇങ്ങനെ തുടക്കത്തിൽ തന്നെ കോമഡി പീസ് ആക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇനി നമുക്ക് നമ്മുടെ 5 ആൺ സിംഹങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഋഷി ഈ ഒരു സീസണിൽ നല്ല രീതിയിൽ തന്നെ കോടിളക്കം സൃഷ്ടിക്കാൻ കൽപ്പുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്നാണ് എന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. ഇദ്ദേഹത്തെ സീസൺ 6 കാണണം എന്ന് ഒരുപക്ഷെ ആദ്യമായിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞത് ഞാനായിരിക്കും. സീസൺ 5 അവസാനിച്ചപ്പോ നമ്മളിട്ട ആ ഒരു വീഡിയോയിലാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. എന്തു തന്നെയായാലും വളരെ ലൈക്കബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള, ആൾക്കാരെ കയ്യിലെടുക്കാൻ തക്ക മിടുക്കുള്ള, വളരെ ചാർമിംഗ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി ആയിരിക്കും ഋഷി. പ്ലാനിംഗ് ഒന്നും ഇല്ലാതെയാണ് ഹൗസിൽ പ്രവേശിച്ചത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്റർടൈൻമെന്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും കാണില്ല എന്നും എനിക്ക് തോന്നുന്നില്ല. ഋഷിയുടെ ഗെയിം കാണാൻ ഞാൻ പേഴ്സണലി കാത്തിരിക്കുകയാണ്. ഋഷിയെ പോലെ തന്നെ എന്നെ ഇംപ്രസ് ചെയ്യിച്ച മറ്റു 2 മത്സരാർത്ഥികളാണ് അർജുൻ ശ്യാം അതേപോലെ തന്നെ ഗബ്രി ജോസ്. അർജുൻ ഒരു മോഡലാണ്, ഗബ്രി ഒരു മൂവി ആക്ടറും. ഒരു സിനിമയിലോ മറ്റോ അഭിനയിച്ചിട്ടുള്ളൂ. രണ്ടുപേരും ഒരേപോലെ നല്ല രീതിയിലൊരു ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് പേഴ്സണലി തന്നു. പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ എന്തൊക്കെയോ അവരിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഋഷിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ ഫെയിം ഇല്ലാത്ത 2 പേരാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അവർക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അതവർ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തും എന്ന് തന്നെ പറയാം. ഞാൻ പേഴ്സണലി അർജുന്റെ ഗെയിം കാണാൻ നല്ല രീതിയിൽ തന്നെ കാത്തിരിക്കുന്നുണ്ട്. ഇവരെ 2 പേരെയും പോലെ തന്നെ എന്നെ ഇംപ്രസ് ചെയ്യിച്ച മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് സിജോ ടോക്സിലെ സിജോ ജോൺ. ഈ സീസണിലെ രാജാവാൻ എല്ലാ വക സാധ്യതയും കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യൂവർ എന്ന നിലയ്ക്ക് കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ ആയിരിക്കും സിജോ ഹൗസിനുള്ളിൽ പ്രവേശിച്ചത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ അദ്ദേഹത്തിന്റെ റിവ്യൂസ് ഒക്കെ കണ്ട സമയത്ത് സിജോയുടെ ഗെയിം എന്തു തന്നെയായാലും അത് കാണാൻ ഞാൻ വല്ലാതെ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് രതീഷ് കുമാർ. ആളൊരു കൊമേഡിയനാണ്, രസികനാണ്. ഹൗസിലേക്ക് കയറി ചെന്നപാടെ പുള്ളി ഉണ്ടാക്കിയെടുത്ത ഒരു ഓളമുണ്ട്. ആ ഒരു പ്രോമോയിൽ കേട്ട ഒരു പാട്ട് പാടിയാണ്. ആള് നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് വിശ്വാസം. ആ ഒരു വിശ്വാസം അദ്ദേഹം നിറവേറ്റി നല്ലൊരു ഗെയിം കാഴ്ചവെക്കട്ടെ. ഇത്രയും പേരെയായിരുന്നു എനിക്ക് എടുത്ത് പറയാൻ തോന്നിയത്. വേറെയും ആണുങ്ങളുണ്ട്. റോക്കിയൊക്കെ കിടലിന് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. തമിഴിലെ ആ ഒരു പഞ്ച് ഡയലോഗ് വേറെ വൈബ് തന്നെയായിരുന്നു. അച്ചമെമ്പത് ഇല്ലേ എന്നൊക്കെ പറഞ്ഞത് നല്ല വൈബായിരുന്നു. ഈ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാം 100 ദിവസവും കാണാൻ സാധിച്ചാൽ അത്രയും നല്ലത്. കാരണം ബിഗ് ബോസ് ആണ്. എന്ത് സംഭവിക്കും, ആര് വാഴും ആര് വീഴും എന്നൊന്നും നമുക്ക് ഇപ്പൊ പറയാൻ സാധിക്കുകയില്ല. ഇനി നമുക്ക് 5 പെൺപുലികളെ കുറിച്ച് സംസാരിക്കാം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ശരണ്യാനന്ദിനെ കുറിച്ച് തന്നെയായിരിക്കും. ഒരു സീരിയലില് നെഗറ്റീവ് റോള് കൊണ്ട് ശരണ്യ ഉണ്ടാക്കിയെടുത്ത ഫാൻ ബേസ് ചില്ലറയൊന്നുമല്ല. ആ ഒരു ഫാൻ ബേസിനെ നന്നായിട്ട് ശരണ്യക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ഗെയിം തന്നെ കാഴ്ചവെക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള മത്സരാർത്ഥിയാണ് എന്നും എനിക്ക് തോന്നുന്നുണ്ട്. ശരണ്യനെ പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പേരാണ് അപ്സര. നെഗറ്റീവ് റോളിൽ അഭിനയിച്ച ഒരു അസാധ്യ ഫാൻ ബേസ് ഉണ്ട് അപ്സരയ്ക്കും. നല്ലൊരു സ്ട്രോങ് ഗെയിം കാഴ്ചവെച്ചാൽ തീർച്ചയായിട്ടും പൊങ്ങി വരാൻ ചാൻസ് ഉള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു മത്സരാർത്ഥിയാവും. ഇനി ഞാൻ തീർച്ചയായിട്ടും പറയാൻ പോകുന്നത് 2 കോമണേഴ്സിനെ കുറിച്ച് തന്നെയായിരിക്കും. റസ്മിൻ ബായ് അതേപോലെ തന്നെ നിഷാന. 2 പേരും ഹൗസിനുള്ളിൽ കയറുന്നതിന് മുമ്പ് തന്നെ ചെറിയ രീതിയിൽ ഒരു വിവാദം ഒക്കെ ഉണ്ടാക്കിയവരാണ്. അവരുടെ പ്രോമോ വന്നപ്പോൾ തന്നെ അത് എത്രത്തോളം ഒരു അസഹിഷ്ണുതയാണ് പലരിലും ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയാവുന്നതാണ്. ആ ഒരു അസഹിഷ്ണുത വളരുന്നതിലൂടെ അവരുടെ ഫാൻ ബേസും വളരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. നല്ല പൊട്ടൻഷ്യൽ ഉള്ള 2 കണ്ടസ്റ്റൻസ് തന്നെയാണ്. ഇവരെ ഒക്കെ പോലെ തന്നെ ഒരു പെൺപുലിയായിട്ട് ഉയർന്നു വരാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ജാസ്മിൻ ജാഫർ. ഓവർ ആക്ടിംഗ് ആണ്, ക്യൂട്ട്നെസ് കാണിച്ച് ചളമാക്കുവാണ് എന്നൊക്കെ ചിലർ ഗ്രൂപ്പിലൊക്കെ പറയുന്നത് കേട്ടുവെങ്കിലും നല്ല രീതിയിൽ ഗെയിം കളിച്ചാൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഇനിയും ഒരുപാട് പേര് പറയാനുണ്ടെങ്കിലും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന മറ്റു 2 പേരുകളാണ് ശ്രീരേഖ അതേപോലെ തന്നെ ജാൻമോനി ദാസ്. നല്ല ഫയറുള്ള 2 കണ്ടസ്റ്റൻസ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ ഇംപ്രഷൻ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഇത്രയും പേരുടെ ഗെയിം കാണാനായിട്ടാണ് ഞാൻ പേഴ്സണലി കാത്തിരിക്കുന്നത്. ഒരു പുതിയ പ്രോമോ ഒക്കെ വന്നിട്ടുണ്ട്. വന്ന് കയറുന്നതിന് മുമ്പ് തന്നെ കൂട്ടത്തിൽ നടക്കുന്നതിന്റെ പ്രോമോ ആയിരുന്നു. നാളെ ടാസ്ക് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ന് തോന്നുന്നു. എന്തായാലും ഈ സീസൺ 4 ഒക്കെ പോലെ ഒരു അടിപിടി സീസൺ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
അതിന് കാരണം ഈ ഒരു 4 മുറി കോൺസെപ്റ്റ് തന്നെയാണ്. ഗ്രൂപ്പിസം പ്രോത്സാഹിപ്പിച്ച് അതിലൂടെ കോണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. അത് വളരെ നന്നായിട്ട് തന്നെ വർക്ക്ഔട്ട് ആവാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഇത്രയുമായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത് ഇന്നത്തെ ലോഞ്ച് എപ്പിസോഡിനെ കുറിച്ച്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.